വിശുദ്ധ റംദാൻ മാസത്തിൽ UAE ലേബർ ക്യാമ്പുകളിൽ സ്നേഹം വിളമ്പുന്ന ഇഫ്താറുകൾ സജീവമായി. ദിവസേന 5000-ഓളം പേർക്കാണ് ദുബായിലെ സോനാപൂരിൽ നടക്കുന്ന നോമ്പുതുറ. കേരളത്തിലെ കോളേജുകളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അക്കാഫ് ഇവന്റ്സ്, ദുബായ് ചാരിറ്റി, വദാനി അൽ എമിറാത്ത് ഫൗണ്ടേഷൻ എന്നിവ സഹകരിച്ചാണ് ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നത്. UAE ഇഫ്താർ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ഉത്തമ മാതൃകയാവുകയാണ്. കേരളത്തിലെ കലാലയങ്ങളിൽ നിന്നുള്ള പങ്കുവെക്കലിന്റെ പാഠം ഗൾഫിലെ തൊഴിലാളി ക്യാമ്പുകളിൽ പകർന്നു നൽകുകയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ. കേരളത്തിലെ കോളേജുകളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അക്കാഫ് ഇവന്റ്സ്, ദുബായ് ചാരിറ്റി, വദാനി അൽ എമിറാത്ത് ഫൗണ്ടേഷൻ എന്നിവ സഹകരിച്ചാണ് ലേബർ ക്യാമ്പുകളിൽ റമദാനിലെ എല്ലാ ദിവസവും ഇഫ്താർ വിരുന്നൊരുക്കുന്നത്. എല്ലാ റമദാൻ മാസത്തിലും വർഷങ്ങളായിട്ട് നമ്മൾ ഇഫ്താർ അറ്റ് ലേബർ ക്യാമ്പ് എന്നുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. അത് ഇത്തവണയും അത് സംഘടിപ്പിച്ചിട്ടുള്ളത് വദാനി അൽ എമിറാത്ത് ഫൗണ്ടേഷനും അതുപോലെ തന്നെ ദുബായ് ചാരിറ്റിയായിട്ട് ചേർന്നിട്ടാണ്. വിവിധ കോളേജിലെ ആൾക്കാരാണ് ഈ വന്ന് ഇത്രയും ആൾക്കാർക്ക് വോളണ്ടിയറായിട്ട് നിന്ന് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കോളേജുകളിൽ നിന്ന് വരുന്ന ഫുഡുകളുണ്ട്, അതും നമ്മൾ ഇതുവഴി തന്നെയാണ് തീർച്ചയായിട്ടും കൊടുത്ത് പരമാവധി ആൾക്കാരിൽ എത്തിക്കുന്നത്. ദുബായിലെ സോനാപൂരിൽ വിവിധ രാജ്യക്കാരായ 5000-ഓളം തൊഴിലാളികൾക്കാണ് ഇഫ്താർ ഒരുക്കുന്നത്. അക്കാഫ് ഇവന്റ്സിലെ സ്ത്രീകൾ അടക്കമുള്ളവർ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നു. റമദാൻ പകരുന്ന സാഹോദര്യത്തിന്റെയും പങ്കുവെക്കലിന്റെയും സന്ദേശം മറ്റുള്ളവരിലേക്ക് കൂടി പകരുന്നതിന്റെ സന്തോഷത്തിലാണ് ഏവരും. ഈ ഒരു മാസത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞത് നമ്മളും അത് വളരെ സന്തോഷത്തോടെ തന്നെ ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയെന്നിരിക്കില്ല. അപ്പോൾ നമ്മൾ അക്കാഫായിട്ട് ഒരുമിച്ച് നിന്ന് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്കൊരു എല്ലാവരും വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആരും അങ്ങനെ നിർബന്ധിച്ച് ചെയ്യുന്ന കാര്യമല്ല അത്. പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് വിശേഷിപ്പിക്കുന്ന റമദാനിൽ വ്രതമനുഷ്ഠിച്ചവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കൽ ഏറെ പുണ്യകാര്യമാണ്. പുണ്യ റമദാനിൽ ഇത്തരത്തിലുള്ള മാതൃകകളാണ് നമുക്ക് ആവശ്യം. സോനാപൂരിലെ ലേബർ ക്യാമ്പിൽ നിന്ന് രഞ്ജിത് പലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.